നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മസാല പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇഷ്ടമുള്ള ഒന്നാണ് ഈ പാസ്ത. ഇപ്പോൾ സോസൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 5 കപ്പ് പാസ്തയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അത് വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് നമുക്കൊന്ന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കാൻ വിട്ടിട്ട് ഒരു 1-2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്നിനോട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വേവിച്ചിട്ട് നമുക്കിത് ഊറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് 2.5 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് കൊത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയ്ക്കകത്തൊന്ന് വഴന്ന് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ആ സമയം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കാം. ക്യാപ്സിക്കവും ക്യാരറ്റും ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മൂടി തുറന്നിട്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 2 പച്ചമുളകാണ് ചേർത്തത്. അതേപോലെ തന്നെ ഇനി ഇച്ചിരി കുരുമുളക് പൊടിയും ചേർക്കും. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടി ഇത്രയും കുറച്ചിട്ടേക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് ക്രമീകരിക്കാം കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഇറ്റാലിയൻ സീസണിങ് ആണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക. ഏറ്റവും ഒടുവിലായിട്ട് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ലോണം എരിവ് വേണ്ടവർക്ക് ഈ കുരുമുളക് പൊടിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ഒക്കെ അളവ് കൂട്ടാം കേട്ടോ. മസാല പാസ്തയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.